നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ബ്രേക്ക് പാഡ് മാത്രം തീർന്നു. അതായത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് വരുന്ന സമയത്ത് ഒരു ബ്രേക്കിൽ 2 പാഡ് വെച്ചാൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ റൈറ്റും ലെഫ്റ്റും കൂടെ കൂട്ടുമ്പോൾ 4 ബ്രേക്ക് പാഡ് വരുന്നുണ്ട്. അതിൽ ഒരു ബ്രേക്ക് പാഡ് മാത്രം പെട്ടെന്ന് തീർന്നു പോയി. എന്തുകൊണ്ട്? ഒരു സൈഡിൽ ഒരു പോർഷൻ മാത്രം തീർന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നിങ്ങളുടെ ഒരു വാഹനത്തിൽ ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജയ് NC ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഓൺലി 1 ബ്രേക്ക് പാഡ് വാസ് ഫുള്ളി വോൺ ഔട്ട്. ദ അതർ 3 ലുക്ഡ് ഗുഡ്, ബട്ട് ഐ ഹാവ് ടു റീപ്ലേസ് ഓൾ 4. ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് കോസസ് ഓൺലി 1 ബ്രേക്ക് പാഡ് ടു വെയർ ഔട്ട്? Can this be identified and corrected during each service? ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞ് അങ്ങ് പോവാം. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു ബ്രേക്ക് പാഡ് മാത്രം തേയ്മാനം വന്നത്, അല്ലെങ്കിൽ തേഞ്ഞു പോയി, വേറുണ്ടായി ഒരു ബ്രേക്ക് പാഡ് മാത്രം എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ഏത് സൈഡിലെ ബ്രേക്ക് പാഡ് ആണ് പോയെന്നുള്ളത് കാര്യം നമ്മളൊന്ന് വ്യക്തമാക്കുക. അതായത് ഔട്ട് സൈഡ് ആണോ ഇന്നർ സൈഡ് ആണോ എന്നുള്ളത് കൺഫേം ആക്കുക. പിന്നെ ഇങ്ങനെ ബ്രേക്ക് പാഡ് പോകുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാലിപ്പർ അസംബ്ലിക്കകത്ത് 2 പിന്നുകൾ വരുന്നുണ്ട്. ഈ പിന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയുന്നത്. കാരണം 10,000 ആണ് വാഹനത്തിൻ്റെ ഒരു സർവീസ് പീരീഡ് പറയുന്നതെങ്കിൽ പോലും വാഹനത്തിലൊരു 5000 കിലോമീറ്റർ കൂടുമ്പോഴേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഓട്ടം നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും. അതായത് നമ്മൾ അത്യാവശ്യം ഹൈ റേഞ്ചൊക്കെ പോകുന്നതാണ്, സഡനായിട്ടുള്ള ബ്രേക്കിംഗ് ഉള്ള ആൾക്കാരാണ്, അതായത് നല്ല ഫാസ്റ്റ് പോകുന്ന ആൾക്കാർ, പെട്ടെന്ന് സഡനായിട്ടുള്ള ബ്രേക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ബ്രേക്ക് മാത്രം ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് വേറൊന്നും വേണ്ടത് അഴിച്ച് ഗ്രീസ് ചെയ്ത്, അതായത് ഈ കാലിപ്പർ പിന്നെ സ്റ്റക്കായി കഴിഞ്ഞാൽ ബ്രേക്ക് ഇങ്ങനെ കടിച്ച് തന്നെ നിൽക്കും, അത് വിട്ടുപോകത്തില്ല, റിലീസ് ആകത്തില്ല. ഈ റിലീസ് ആകാതെ വരുന്ന സമയത്താണ് ഒരു സൈഡ് മാത്രം കൊണ്ടത് തേഞ്ഞ് തീർന്നു പോകുന്നത്. അതായത് ആ ഒരു സൈഡ് മാത്രം പിടുത്തം വരും. മറ്റേ സൈഡ് എന്തുകൊണ്ട് തീരുന്നില്ലെന്ന് ചോദിച്ചാൽ, ബ്രേക്ക് പിടിക്കുമ്പോൾ മാത്രമാണ് പിന്നെയും പിടുത്തം വരുന്നത്. ഒരു സൈഡ് മാത്രം പിടിച്ചിരുന്ന് പോകുന്നത്. അതൊരു വിഷയം തന്നെയാണ്. ആ ഒരു കേസ് നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ എന്തെങ്കിലും രീതിക്ക് ബെൻഡോ വല്ലതൊക്കെ ഡിസ്കേ വരികയാണെങ്കിൽ, പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഈവനായിട്ടുള്ള വെയറല്ല, അൺഈവനായിട്ടുള്ള വെയർ ആയിരിക്കും ബ്രേക്ക് പാഡിൽ ഉണ്ടാകുന്നത്. അതും നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചോണം. അൺഈവനായിട്ടുള്ള എന്തെങ്കിലും വെയർസ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ആക്കുക. ഇനി അതല്ല, ഇതിനകത്ത് വരുന്നൊരു പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റൺ റിട്ടേൺ പോകുന്നില്ലെന്നുണ്ടെങ്കിൽ, ഈ ബ്രേക്കിൻ്റെ കാലിപ്പർ വർക്ക് ചെയ്യിക്കുന്ന ഒരു പിസ്റ്റനാണ്, ആ പിസ്റ്റൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു 1 സൈഡ് വെയർ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഓരോ സർവീസും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ബ്രേക്ക് പാഡ് ഇൻസ്പെക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരോട് പറയണം എല്ലാത്തിനും ഈക്വൽ വെയർ തന്നെയാണോ, എല്ലാത്തിനും ഒരുപോലത്തെ തേയ്മാനം തന്നെയാണോ എന്നുള്ളത് കൺഫേം ആയിക്കോളാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വൈ ചേഞ്ച് ഓൾ 4 at once when only 1 is worn out? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 4 എണ്ണം ഒരു സെറ്റായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് നമ്മളൊരു ബ്രേക്ക് പാഡ് മേടിക്കുന്ന സമയത്ത് 4 ബ്രേക്ക് പാഡ് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. റൈറ്റ് സൈഡ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രമേ തീർന്നിട്ടുള്ളൂ, റൈറ്റ് സൈഡ് തീർന്നിട്ടില്ലെന്ന് പറഞ്ഞാലും ഒരു സെറ്റ് മേടിക്കുമ്പോൾ അതിൽ 4 എണ്ണം തന്നെയാണ് വരുന്നത്. നമുക്ക് ഇൻഡിവിജ്വൽ പീസായിട്ട് കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് അവർ ശരിക്കും 4 എണ്ണം ഒന്നിച്ച് മാറിവിട്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: As mentioned in the video, can greasing be done by the owner? ഓണർക്ക് സ്വന്തമായി ഗ്രീസ് ചെയ്യാൻ സാധിക്കുമോ? ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല. നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്ക് ക്ലീനിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഗ്രീസിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യത്തില്ല. അത്യാവശ്യം ഈ വാഹനത്തിൻ്റെ വർക്ക് അറിയാവുന്ന ആൾക്ക് ചെയ്യാൻ പറ്റും എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാത്തവരത് നോക്കാൻ പോകരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ജാക്കപ്പ് ചെയ്യണം. ആദ്യം വാഹനം ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടി ജാക്കി വെച്ചൊന്ന് പൊക്കുക, ടയർ ഊരിയെടുക്കുക, ടയർ ഊരിയെടുത്തതിന് ശേഷം വേണം കാലിപ്പർ പിന്നെ ഗ്രീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കുറച്ചൊരു റിസ്കി പരിപാടിയാണെന്ന് തന്നെ വേണമെങ്കിൽ ഞാൻ പറയാം. അതിനകത്ത് ജാക്ക് ചെയ്ത പ്രോപ്പർ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ വീഴാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ. ആ ഒരു ലാഭം നോക്കണ്ട, ഷോറൂമിൽ തന്നെ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നാലാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് പോയിൻറ്റ് ക്യാൻ ബി ഗ്രീസ്ഡ് ബൈ ദ കാർ ഓണർ? കാർ ഓണർക്ക് നിലവിൽ ഗ്രീസ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻറ്റും നിലവിലില്ല എന്ന് തന്നെ പറയാം. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കാർസിലൊന്നും അത്രയും വലിയ പ്രശ്നം വരുന്നില്ല. വലിയ വലിയ വാഹനങ്ങൾക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അതുപോലെ ഗ്രീസിങ് വേണ്ടി വരും, ലോഡും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. കാർസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു മിനിമം ലോഡ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ 5000 കിലോമീറ്റർ കൂടുമ്പോൾ ബ്രേക്ക് ക്ലീനിങ് മാത്രം ഒന്ന് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കുകൾക്കൊന്നും വേറെ പ്രശ്നം വരത്തില്ല, ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരുന്നതായിരിക്കത്തില്ല, ലൈഫും കൂടുതൽ കിട്ടുന്നതായിരിക്കും.